ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 3 മണിയായിട്ടോ, സമയം 3:05 ആയിട്ടുണ്ട് സമയം. അപ്പോൾ അമ്മ വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തിട്ട് നമ്മുടെ ഒരു ഈവനിങ് റുട്ടീൻ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്, അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് വലിയ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നാളെ വീക്കെൻഡാണല്ലോ. അപ്പോൾ അമ്മ വരും, അമ്മൂനെ പഠിപ്പിക്കാനുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ ഇന്നത്തേക്ക് എന്താണേലും ഇല്ല. വീക്കെൻഡ് ആയതുകൊണ്ട് കാര്യമായിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നോക്കാം എന്തെങ്കിലും അവളെ പഠിപ്പിക്കാനുണ്ടോയെന്നൊക്കെ. പിന്നെ ആണെങ്കിൽ ഷീച്ചേട്ടന് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായില്ല, ഇന്ന് വരും. അപ്പോൾ ചെറിയൊരു കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഒരാഴ്ച ഇപ്പോൾ നമ്മുടെ നാടൻ ഫുഡുകൾ, നമ്മുടെ ചോറും കറികളൊന്നും കഴിക്കാത്തതുകൊണ്ട് അതൊക്കെ കഴിക്കാൻ ഭയങ്കര ആക്രാന്തപ്പെട്ടിട്ടായിരിക്കും ഇന്ന് വരിക. അപ്പോൾ കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട് ഇന്നത്തേക്ക്. അപ്പോൾ നമുക്ക് അതുകൂടെ ഇന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അമ്മ നോർമലി വരാനുള്ള സമയമായിട്ടുണ്ട്, കാണുന്നില്ല, ഇപ്പോൾ വരും ആൾ. ഇന്നിപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. 2 ദിവസമായിട്ട് ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. നമുക്ക് ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടായില്ല, നല്ല ചൂടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട്, ഇന്നലെ നല്ല മഴക്കാറായിരുന്നു, മഴയുണ്ടായില്ല. പക്ഷേ ഇന്ന് രാവിലെ ഉച്ചയ്ക്കൊക്കെ ആയിട്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കുഞ്ഞ് തണുപ്പൊക്കെ ഉണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് നല്ല സൂപ്പറാണ്, നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇപ്പോൾ ഒരു ചെറിയൊരു മൂടലും ഉണ്ട്. ദേ അമ്മ വന്ന്. കുട്ടികളോ എന്താണ്? ഇത്രയും ദിവസമായിട്ട് ഫുള്ള് മറ്റേ ഒരു റീഡിങ് വരെ ഉണ്ടായി. നമ്മൾ ഒരു ദിവസം ലൈബ്രറി പോയായിരുന്നു. അത് ഇച്ചിരി ബുക്ക് എടുത്തായിരുന്നു. ഫ്രഞ്ച് അല്ല, നമ്മുടെ ലാംഗ്വേജ്. ഞാൻ ഇംഗ്ലീഷ് എടുത്തേ. അപ്പോ ഈ ട്യൂസ്ഡേ തൊട്ട് ഇന്ന് എന്താണത്? എന്റെ വക ഒരു പെയിന്റിങ് ഇന്ന് വരച്ചതാ. കഴിഞ്ഞ ആഴ്ച ഇന്നുകൊണ്ടെന്നേക്കുന്നേ കൊള്ളാലോ. പൂച്ചക്കുട്ടി അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂച്ചക്കുട്ടിയുടെ കയ്യിൽ എന്താ ലവോ? അതിന്റെ മുകളിൽ കയറിയിരിക്കുക. ലവിന്റെ മുകളിലോ? ഹാർട്ടിന്റെ മുകളിലിരിക്കുകയാണോ പൂച്ചക്കുട്ടി? ഇതെന്താ? ഇത് സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ ഫുൾ വിശേഷം മറിച്ചിലാണ് കേട്ടോ. കുറേ സമയം ഫുൾ ഡീറ്റെയിൽഡായിട്ട് എല്ലാ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ എൻ്റെ ഒരു നോട്ടീസ് കൊടുത്തു വിട്ടതാണ്. സ്കൂളിൽ മൺഡേ വരെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടീസ് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അത് എനിക്ക് ഫ്രഞ്ച് ആയതുകൊണ്ട് അറിയില്ല, അവൾ പറഞ്ഞു തന്നതാണ് എനിക്ക്. അമ്മൂസ് അങ്ങനെ ഇതേ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വന്ന് കുറേ കഥകൾ പറയാനുണ്ടാവും സ്കൂളത്തെ. ഇനി ആ കഥകളൊക്കെ ഞാൻ പോയി കേൾക്കട്ടെ കേട്ടോ. അതെ, വന്നതും അത്യാവശ്യം ഉള്ള 2 എണ്ണം തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഡ്രസ്സ് മാറാൻ പോയിട്ടുണ്ട്. ഇനിയൊരു ലോഡ് കഥകളുണ്ടാവും. ഇനി ഞാൻ പോയി കഥകളൊക്കെ കേട്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ അതേ അമ്മൂസിനെ കുറച്ച് തണ്ണിമത്തനോട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അമ്മൂനത് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ അതേ അമ്മൂസ് തണ്ണിമത്തൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ വിട്ട് വന്നിട്ട്. ഇനി കഥകളൊരു ലോഡ് ഇറക്കാനുണ്ട്. കുറേ കഥകൾ ഇനി പറയാനുണ്ടാവും. ക്ലാസ്സിലത്തെ കാര്യങ്ങൾ ഫുൾ ഇനി പറയാനുണ്ടാവും. ഒന്നും മിണ്ടുന്നില്ലേ? അമ്മൂസ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കൊന്നും പെൺകുട്ടികളായതുകൊണ്ടാണ് തോന്നുന്നത്, അല്ല ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ബോയ്സ് ഇത്ര പറയാൻ തോന്നുന്നില്ല. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ മോനൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ പറയും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചാലേ പറയുള്ളൂ, അല്ലെങ്കിൽ പറയില്ല എന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്ന ടൈപ്പൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇവൾ വന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നമ്മളോട് എല്ലാം പറയും. അമ്മൂൻ്റെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് നേരെ കിച്ചണിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ബീൻസ് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീൻസ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജലദോഷം ഉള്ളത് കൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ജലദോഷമൊക്കെ ഉണ്ട്, അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ, കുഞ്ഞു ചുമ, ജലദോഷം പരിപാടികളൊക്കെ ഉണ്ട്. ഈ ഒരാഴ്ച ഫുൾ എനിക്കും അമ്മൂനും മാറി മാറി പനി തന്നെയായിരുന്നു. അമ്മൂൻ്റെ പനി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കായി പനി. പക്ഷെ അമ്മൂനെ സൂപ്പറായിട്ട് നോക്കിയിട്ടോ. എനിക്ക് തലവേദനയൊക്കെ എടുത്ത് കിടന്ന വിക്സ് തേച്ച് തരിക, അതുപോലെ തുണി നനച്ചിട്ട് തരിക, എനിക്ക് മരുന്നെടുത്ത് തരിക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് ചെയ്തു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. കാരണം ഷീച്ചേട്ടനും കൂടെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര പാടാണല്ലോ, നമുക്ക് ഒന്നിനും ആളില്ലല്ലോ കൂടെ. പക്ഷെ അമ്മു സൂപ്പറായിരുന്നു. നമ്മളതേ കുക്കിങ്ങിലോട്ട് കടന്നു കേട്ടോ. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ കുറേ നേരം അടുപ്പിൽ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ഓണാക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അതിന് സവാള ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ
നഗ്ന സത്യം മനസ്സിലാക്കിയത്. മിക്കപ്പോഴും എനിക്കിത് പറ്റാറുണ്ട് കേട്ടോ, അബദ്ധം പറ്റാറുണ്ട്, ഞാൻ ഓണാക്കാൻ മറന്നു പോകും. അങ്ങനെ പിന്നെ അതേ അമ്മ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിടും. അമ്മ ഞാൻ ഇളക്കട്ടെ, അമ്മ ഞാനത് ഇടട്ടെ, ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടട്ടെ, മുളക് പൊടി ഇടട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇളക്കാനൊക്കെ സമ്മതിക്കാറുണ്ട് കേട്ടോ. ചെറിയൊരു പേടിയുണ്ട്, എന്നാലും ഞാൻ സമ്മതിക്കാറുണ്ട് ഇളക്കാനൊക്കെ. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ കൂടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അമ്മന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നതാണ്. ഈ മുളക് പൊടിക്കാണെങ്കിൽ ഭയങ്കര എരിവാണ്. വീട്ടിൽ നമ്മൾ പൊടിപ്പിച്ച മുളക് പൊടിയാണ്, നല്ല എരിവാണ്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. അങ്ങനെ അത് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാനത് ബീൻസൊക്കെ ഇട്ടിട്ട് അത് ഇളക്കിയിട്ട് ഉപ്പിട്ടു നന്നായി ഇളക്കിയിട്ട് അത് ഞാൻ അടച്ച് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മോര് കാച്ചാന്ന് ഓർത്തു കേട്ടോ, പുളിശ്ശേരി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് കാച്ചാന്ന് ഓർത്തപ്പോൾ കടുക് ഇട്ട് കഴിഞ്ഞ് കടുകും ഉലുവയാണ് കേട്ടോ ഇട്ട് ആദ്യം ഞാൻ പൊട്ടിക്കുകയാണ്. അത് ഞാനിതൊരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇത് മൂടി പിടിക്കും കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഫുള്ളത് തെറിക്കും, കടുക് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഫുള്ള് കിച്ചണും അഴുക്കാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനകത്തോട്ട് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതിൻ്റെ ഒന്ന് ഫുള്ള് മൂക്കണ്ട, ഒരു ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി, കളറൊന്ന് മാറണ്ട കേട്ടോ. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ചൂട് പാത്രത്തിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് തൈര് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും. അപ്പോൾ അതിനകത്തോട്ട് ഒഴിക്കണേക്കാൾ മുമ്പ് ഈ തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കും കേട്ടോ. വേറെ പാത്രത്തിലാക്കിയിട്ട് മിക്സിയിലിട്ട് ഞാൻ അടിക്കാറില്ല, ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കോമ്പിനേഷൻ ഉണ്ടാവും അല്ലേ, ചില ഐറ്റംസൊക്കെ ഒരുമിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ. അമ്മന് അതുപോലെ ഇഷ്ടമുള്ളതാണ് കേട്ടോ ഇങ്ങനത്തെ ഈ മോര് കാച്ചിയതും ചെറുപയർ ഉപ്പേരിയും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല ചെമ്മീൻ വറുത്തതും. ഇത് മൂന്നും കൂടി ഉണ്ടെങ്കിൽ അമ്മന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഇത്. മീനും തൈരും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കതൊന്നും ഓർക്കാനേ പറ്റില്ല. അപ്പോൾ അത് അവിടെ മോരായപ്പോഴത്തേക്കും ഇപ്പോഴത്തെ നമ്മുടെ ബീൻസ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ സിമ്മിലിട്ടിട്ടാണ് വെക്കാറ്. അപ്പോൾ പതുക്കെ ഇരുന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അത് രണ്ടും ഇവിടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് ഇനി പാത്രങ്ങളൊക്കെ ഇവിടെ കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ അടുത്ത് വീട് ക്ലീനിങ് ആണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ അതേ ക്ലീനിങ്ങിലോട്ട് കയറിയിട്ടുണ്ട്. ക്ലീനിങ് ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു പരിപാടി പാത്രം കഴുകലാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പാത്രം കഴുകാൻ. ക്ലീനിങ് ഒക്കെ എനിക്ക് ഓക്കെയാണ്, കാരണം പണ്ടോട്ട് ഞാൻ അടുക്കളയിൽ കയറില്ലെങ്കിലും വീട്ടിലത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ക്ലീനിങ്ങിനോട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ചെടി വാടി തുടങ്ങി കേട്ടോ. നേരം പഠിക്കാനിരുന്നതാണ്, പഠിക്കാനല്ല, അമ്മുവിന് മലയാളം വായിക്കാനും എഴുതാനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കുന്നുണ്ട്. മലയാളം അറിയേണ്ടത് നല്ലതല്ലേ, പിന്നെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് അമ്മുവിനെ ഞാനൊരു മലയാളം ബുക്ക് എടുത്തിരുത്തിയേക്കുക. കുറച്ചൊക്കെ വായിക്കും, കുഴപ്പമില്ല. അമ്മ എങ്ങനെയുണ്ട് നോക്കട്ടെ വായിക്കുന്നത്. അപ്പം അമ്മനെ കുറച്ചു നേരം പഠിപ്പിക്കാം. ഡാടെ മുകളിൽ എന്താ ഉള്ളത്? കണ്ട്. ആ ചന്ദ്രക്കല. അപ്പൊ കണ്ട് ഒന്നുകൂടെ വായിച്ച അത്രയും. എലി പൂച്ചയെ കണ്ട്. എലി വായിക്കണ്ട, ബ്ലാക്കിലുള്ളത് മാത്രം വായിക്കേ. പൂച്ചയെ കണ്ട് എലി ഓടി. പൂച്ചയെ കണ്ട് എലി ഓടി. അടുത്ത് വായിക്കേ. എരുമ. നമ്മളങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പ വന്നു കേട്ടോ. പിന്നെ നമ്മുടെ അപ്പയുടെ പിന്നാലെയായി. അപ്പം ഒരു പേന കൊടുത്തു കേട്ടോ. അമ്മ ഭയങ്കര ഹാപ്പി. അങ്ങനെ പല കളറ് മഷിയുള്ള പേനയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ ആൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇനി അടുത്തത് അപ്പയുടെ പെട്ടിയിലോട്ടാണ് അമ്മുവിൻ്റെ നോട്ടെ. അതിനെപ്പോഴും അങ്ങനെയാണ്. ഒരാഴ്ച അപ്പനെ കാണാത്തതിൻ്റെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറേ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കലും ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇതേ പെട്ടി തുറന്നു. അപ്പന് കിട്ടിയ ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൂപ്പറാണല്ലോ. അപ്പ പെട്ടി തുറന്നിട്ട് ഓരോ സാധനങ്ങളായിട്ട് ഞങ്ങൾക്ക് എടുത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പറയും ഇത് എനിക്ക് ഭയങ്കര നഷ്ടക്കച്ചവടമാണ്, കാരണം പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവരേണ്ട, എനിക്ക് ഭയങ്കര നഷ്ടക്കച്ചവടം എന്നൊക്കെ എൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ അറിയാൻ കേട്ടോ. അപ്പോൾ അതൊരു കമ്മലുണ്ടെന്ന് കേട്ടോ. എനിക്ക് കമ്മൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഈ പേഴ്സ് കണ്ടപ്പോൾ തന്നെ അമ്മു അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടോ.
എനിക്കൊന്ന് വാങ്ങാൻ പോലും പറ്റില്ല. അപ്പോഴത്തേക്കും അവൾ അപ്പടേന്ന് വാങ്ങിച്ചിട്ട് ദേ അടിച്ചു പറ്റി കൊണ്ടുപോകും. അമ്മയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അത് എനിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ ആ പേഴ്സും കൊണ്ട് പോയിട്ട് അവിടെ നിൽക്കുകയാണേ. എനിക്ക് എന്തുകൊണ്ടെന്നാലും അവൾ അപ്പടിച്ചു മാറ്റും. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിതേ ഫുഡ് അടി പരിപാടിയിലോട്ട് കയറി. 6 മണി 6:15 ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഉപ്പേരി, മത്തി വറുത്തത്, അച്ചാറ്, നമ്മുടെ മോര് ചാറ്, കട്ട മോര്. കുറച്ച് ഇങ്ങനെ മത്തി എടുക്കുക, ഇങ്ങോട്ട് ഇടുക, ഇങ്ങനെ എടുക്കുക, എന്നിട്ട് കുറച്ച് അച്ചാർ വെക്കുക, കുറച്ച് ഇത് വെക്കുക, എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ അതെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ദേ പാത്രമൊക്കെ കഴുകി എല്ലാം കിച്ചൺ ക്ലീനാക്കി പുറത്തിറങ്ങാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ പാത്രമൊക്കെ എടുത്ത് ഞാൻ എൻ്റെ വേഗം ഡിഷ് വാഷറിൽ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വേഗം കിച്ചണും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വേഗം ഇറങ്ങാമല്ലോ. എനിക്കിങ്ങനെ കുറേ നേരം കിച്ചണിൽ നിൽക്കുന്നത് അത്ര ഇഷ്ടമില്ല കേട്ടോ. കിച്ചണിലെ പരിപാടികളൊക്കെ വേഗം തീർത്ത് കിച്ചണിൽ നിന്ന് എനിക്ക് പുറത്തിറങ്ങണം കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ പക്ഷെ നേരെ തിരിച്ചല്ലേ, അവർക്ക് ഇത്ര നേരം കിച്ചണിൽ നിന്നാലും പണി തീരില്ല, അങ്ങനെയാണല്ലേ നമ്മുടെ അമ്മമാരൊക്കെ. പക്ഷെ ഞാനിതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അങ്ങനെ പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതേ ക്ലീനിങ്ങിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കള ഫുള്ള് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. നാളെ രാവിലെ വന്നിട്ട് അടുക്കള കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലേ, ഫുള്ള് ക്ലീനായിട്ടിരിക്കുമ്പോൾ. അല്ലെ പിന്നെ ഇങ്ങനെ അലമ്പാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ദിവസം തന്നെ പോവും അടുക്കള അങ്ങനെ കണ്ടു കഴിയുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടാണ് കിടക്കാൻ പോവുക. അങ്ങനത്തെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. സമയം ഇപ്പോൾ 7:10 ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ കഴിച്ചിരുന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാം. അമ്മതേ കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കാൻ പോയേക്കുന്നത്. അപ്പോൾ അമ്മ കുളിക്കാൻ കയറി പാട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഭയങ്കര ബാത്റൂം സിംഗറാണ്, ഭയങ്കര പാട്ടൊക്കെ പാടിക്കൊണ്ട് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ 7:15 7:10. ഒട്ടും ഇരുട്ടായിട്ടില്ല കേട്ടോ. 9:30 10 മണിയൊക്കെ ആവും ഇപ്പോൾ ഇരുട്ടാവാൻ. ഇന്നിപ്പോൾ ഒരു മഴക്കാറുള്ളതുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു മൂടലുണ്ടല്ലോ. ഈ സമയത്തൊക്കെ നല്ല വെയിൽ തന്നെയായിരിക്കും. നമ്മുടെ സ്ട്രോബെറിയിൽ ഇതേ കുറേ സ്ട്രോബെറികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം പഴുത്ത് കിടക്കുന്നുണ്ട്. അത് ഇന്ന് പറിക്കാനുള്ളതാണ്. നമ്മളത് ഇപ്പോൾ ഇത് പറിക്കുന്നുണ്ടോ. പിന്നെ കുറച്ച് പച്ചയുണ്ട്, കുറേ കിട്ടിയിട്ട് ഒരു 10-15 ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറിച്ച് കഴിഞ്ഞു. ഇനി നിൽക്കുന്നുണ്ട് പച്ചയൊക്കെ ആയിട്ട്. ഇപ്പോൾ ദേ 8 മണിയായി, ഇരുട്ടൊന്നും ആയിട്ടില്ല കേട്ടോ. നല്ല ക്ലൈമറ്റാണ്, തണുപ്പ് അധികം ആകുമ്പോഴത്തേക്കും ഒരുവിധം ഇരുട്ടാവും. എന്നാലും ഫുള്ള് ഇരുട്ടൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞൊരു ഈവനിങ് വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ 8 മണിയായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങാനൊന്നും പോകുന്നില്ല കേട്ടോ. ഉറങ്ങാനും പറ്റുന്നില്ല, ഫുള്ള് വെളിച്ചമല്ലേ. ഇപ്പോൾ ഉറങ്ങുന്നില്ല. ഞങ്ങൾ പോയിട്ട് ജസ്റ്റ് ഒരു സിനിമയൊക്കെ കണ്ട് കുറച്ച് വായൊക്കെ അടിച്ച് ഇവിടെ ഇരിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ എന്താണെങ്കിലും ലേറ്റ് ആവും. വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്ന് ഉറങ്ങാൻ എന്താണെങ്കിലും കുറച്ച് ലേറ്റ് ആവും. പള്ളിയിൽ മണിയടിച്ച് 8 മണിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? 8 മണിയുടെ ആണ്, മണി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.